രാമൻ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നീ പോടാ, നീ തിരിച്ചു പോകുന്നു പറയും, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാന്ന് പറയും. എന്നാൽ അവിടെ നോക്കൂ നിങ്ങൾ, ലക്ഷ്മണൻ പറയുന്നത് അവിടെ കാണാൻ നിങ്ങൾക്ക് വളരെ മനോഹരമായൊരു ഡിസ്കഷൻ ഉണ്ട്. മന്ദരാബുദ്ധിമാസ്തായ കൈകേയി പാപമാചരൽ ഏത് രാമസ്യ ദുഃഖസ്യ കാരണം എന്ന് കുഹൻ ചോദിക്കുമ്പോൾ കസ്യഹ ഹേതു കസ്യഹ, ആര് ദുഃഖത്തിന് ആരുടെ ഹേതു? സ്വകർമ്മണേനൈവ ഒറ്റയടിയാണ്. എന്തിനാണ് വെറുതെ കൈകേയിക്ക് കുറ്റം പറയണത്? എന്തിനാ വെറുതെ മന്ദരെ കുറ്റം പറയണത്? പൂർവജന്മം രാമൻ ചെയ്തതിൽ നിന്ന് രാമന് മാറാൻ പറ്റില്ല ഗുഹാന. പൂർവജന്മാർജിതം എന്നൊറ്റ വാക്കുണ്ട്, ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. എന്താ പറയുന്നത്? പൂർവജന്മാർജിതം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്, രക്ഷപ്പെടാൻ പറ്റില്ല എന്നർത്ഥം. അതിന് ആരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം ഇത് രണ്ടും വേർതിരിക്കാൻ മനസ്സിലാക്കണം. എന്താണ്? ദശരഥനും കൈകേയിക്കും നിമിത്തങ്ങളാണ്. ആരാണ്? അവനവൻ്റെ കർമ്മങ്ങൾ അനുഭവിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അടുത്ത വരി എന്താ അറിയോ? ആരെന്ത് ദുഃഖം രാമനെ ഏൽപ്പിച്ചാലും ഇതൊന്നും രാമനെ ഒട്ടും അവിടെയാണ് അടുത്ത കാര്യം. അതുകൊണ്ടാണ് ലക്ഷ്മണന് രാമനോട് ബഹുമാനം. അപ്പം അവനവൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന ദുരിതങ്ങളൊന്നും അവനവനെ അവർക്ക് പറയൂ ബാധിക്കാതിരിക്കണമെങ്കിൽ അവിടെയാണ് രാമൻ തൻ്റെ ആകർഷണം മാറ്റിയത്. തൻ്റെ ദുരിതങ്ങളെ അയവിറക്കാൻ അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് അത് തന്നെ ചിന്തിച്ച് അതിന് ഗുരുത്വം കൊടുക്കാതെ, ഗുരുത്വം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമല്ല, ഭാരം. എന്താണ്? അതിനൊരു ഭാരം കൊടുക്കാതെ അതിൽ നിന്ന് മനസ്സിനെ അങ്ങോട്ട് മാറ്റി മറച്ചുകൊണ്ട് ശ്രീരാമസ്വാമി വേറൊരു പാതയിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുമ്പോൾ അദ്ദേഹത്തിന് താഴെ കടന്നാലും അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇങ്ങനെ നിങ്ങൾ രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം പലരും ഇത്തരത്തിലുള്ള ആധ്യാത്മിക ചർച്ചകൾ നടത്തുന്നത്. ക്രമേണ നമ്മുടെ വീടുകളിലും അങ്ങനെ ഒരു ചർച്ചകൾ വേണ്ടേ? കുട്ടികളൊക്കെ വിഷമങ്ങളോ മറ്റുള്ളൊരു വിഷമം പറയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ആധ്യാത്മിക ചർച്ചയിലൂടെ ഒരു സമൂഹത്തെ മാറ്റിമറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ ഭാഗവതത്തിൻ്റെ ഗുരുത്വം എന്ന് പറയുന്നത്. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? അവർക്ക് പറയൂ വേണം. അപ്പം നിങ്ങളിവിടെ എന്തിനാ വന്നിരിക്കുന്നത്? ക്ലിയർ ആക്കണം. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വായന കേൾക്കാനാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വാർത്ഥരാണ്. ആണോ? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വീട്ടിൽ. ഇവിടെ ആകുമ്പോൾ നല്ല ഹാളുമാണ്, പിന്നെ നല്ല സുന്ദരമായ ഒരു വായന കേൾക്കാം, നല്ല ആചാര്യന്മാരുടെ കുറേ വായന, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും പ്രഭാഷണമുണ്ട്. അതുകൊണ്ടൊക്കെയാണോ നിങ്ങൾ വന്നത്? ആണോ? നിങ്ങൾക്ക് സംശയം ഇപ്പം എന്തിനാ വന്നതെന്നുള്ളത്? വന്നത് നിങ്ങളാണ്, നിങ്ങളോടാണ് ചോദിക്കുന്നത് എന്തിനാ വന്നത് എന്നുള്ളത്. എന്തിനാ വന്നത്? ഭാഗവതം കേൾക്കാൻ വന്നതാണ്. നന്നായി കേട്ടിട്ട് അവിടെ തന്നെ വെക്കണേ. ആ ഒരു വ്യക്തത വേണം. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത്? ഞാൻ വന്നിരിക്കുന്നത് ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ചിന്തകളെ അത്തരത്തിലുള്ള ചിന്തകളിലൂടെ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളിലൂടെ തിരിച്ചുവിടാനും അതുപോലെ മറ്റുള്ളവരുടെ മനസ്സിനെയും തിരിച്ചുവിടാൻ സഹായിക്കാൻ. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തിനാ വന്നത്? എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ അവിടെ ഉണ്ടെങ്കിലും തക്ഷകന്മാരുണ്ടെങ്കിലും എൻ്റെ മനസ്സിനെ ഞാൻ നല്ല ചിന്തകളിലൂടെ തിരിച്ചുവിടാനും ഇതുപോലെ മറ്റുള്ളവർക്ക് വിഷമം വരുമ്പോൾ അവരുടെ മനസ്സിനെയും തിരിച്ചുവിടാൻ ഇത് മനസ്സിലാക്കാനാണ് ഞാൻ വന്നത്. എവിടേക്ക് തിരിച്ചുവിടണം എൻ്റെ മനസ്സിനെ?
ആ ആശയങ്ങൾ പല ആചാര്യന്മാരിൽ നിന്നും പലരും പറഞ്ഞു തരുന്ന രീതികളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യണം. എവിടെ? എൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇവിടം മുതൽ ഞാൻ മറ്റൊരു പരീക്ഷിത്താവുകയാണ്. ഞാനും ഒരു പരീക്ഷിത്തായി മാറുകയാണ്. ഒരു വശത്ത് തക്ഷകന്മാരുണ്ട്, പ്രതിസന്ധികളുണ്ട്. മറുവശത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ കേട്ടതിനെ അതിൽ തന്നെ രമിച്ചുകൊണ്ട്, അതിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട്, അതിൽ തന്നെ മനസ്സിനെ ദൃഢപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഏതിലാണോ മനസ്സ് വലിക്കുന്നത് അതിലേക്ക് ചാഞ്ഞു പോവാതെ അതിൽ നിന്നും മാറ്റിമറച്ചുകൊണ്ട്, അതിനാണ് ഞാൻ ഈ ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുന്നത്. ഉത്തരവാദിത്വമല്ലേ? ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരായി മാറി? ഇന്നിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളിൽ പറയണം. ആരെങ്കിലും ചോദിക്കും നിങ്ങൾ ആരാണ്? പരീക്ഷത്താണ്. ഇത്തിരി പ്രശ്നം ഉണ്ടാവുമായിരിക്കും അവർക്ക്. കാരണം ഇത്ര എളുപ്പത്തിൽ മാറാറില്ല ആരും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയണം ഞാൻ ആരാണ്. എന്താ നിങ്ങൾക്കൊരു ചിരി വരുന്നത്? എനിക്ക് മനസ്സിലാവില്ല. ഇതെന്താ വട്ടിൻ്റെ പ്രശ്നമൊന്നുമല്ല അത്. ഇനിയിപ്പോൾ വട്ടാണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ എന്താ ഒരു കുഴപ്പമുള്ളത്?